ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡിയർ ഫ്രണ്ട്സ്, 2025 പോലീസ് ട്രെയിനിങ് ബാച്ച് 78 മെമ്പേഴ്സിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ ഒരു കാരാപ്പുഴ മെഗാ ടൂർസ് പോകുന്നത് ഊട്ടി, വയനാട് എന്നീ സ്ഥലങ്ങളിലേക്കാണ്. ഊട്ടിയിൽ എല്ലാവരും ദൊഡ്ഡബെട്ടയിലെ ടീ ഫാക്ടറി കാണാൻ പോയിരുന്നു. അവിടെ തേയില പറിച്ച് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഊട്ടിയിലെ തേയില ഫാക്ടറി, ടീ ഫാക്ടറി കാണാനുള്ള എന്താ പറയുക, തിക്കും തിരക്കും എന്ന് പറയാൻ പറ്റില്ല, ക്യൂ ആണ്. അതിൽ നമ്മുടെ 1978 ബാച്ച് ടീം അംഗങ്ങളും ഇതാ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് അവരെ എങ്ങനെയാണ് തേയിലയിൽ നിന്നും ഇല പൊടിയായിട്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് എത്തുന്നത്, കടകളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള വലിയൊരു അവസരം എല്ലാവരും ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ ആളുകളും ഇതിലുണ്ട്. ഊട്ടിയിലെ ഒരു വലിയ തേയില ഫാക്ടറിയാണ്. അതിൽ ഇല എങ്ങനെ പൊടിയാക്കാം എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് എല്ലാ നമ്മുടെ 1978 ബാച്ചിലെ ശക്തരായിട്ടുള്ള എല്ലാ ലീഡേഴ്സും വിത്ത് ഫാമിലി, പുറമെ നമുക്കറിയാം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ ആളുകളുണ്ട്. പക്ഷേ ഇതേ മലയാളിയാണ്, നമ്മുടെ റിവേറ്ററാണ്, ഇതേ മലയാളിയാണ്. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് അറിയും, പുറത്തെല്ലാം ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നു. വലിയൊരു ജനക്കൂട്ടം. പിന്നെ എൻ്റെ എവിടെയെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ചായപ്പൊടി എങ്ങനെ കിട്ടുന്നു, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ്. അവര് ഹിന്ദിക്കാരാണ്, ഹിന്ദി പീപ്പിൾ എല്ലാവരും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലെ ആളുകളും ഉണ്ട്. ഓക്കെ, നമ്മൾ എന്തിനാണ് ടൂർ, പിക്നിക്, എക്സ്കർഷൻ എല്ലാം പോകുമ്പോൾ യാത്രയിൽ പാട്ടുപാടുന്നത്? അതിനുള്ള ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ദൂരയാത്രകളിൽ സമയം നീണ്ടുപോകാറുണ്ട് അല്ലേ? പോകാനുള്ള സ്ഥലം വരുന്നത് വരെ കുറേ സമയം ചെലവഴിക്കേണ്ടി വരുന്നു. പാട്ടുപാടുന്നത് ആ സമയം രസകരമാക്കാൻ ഉപകരിക്കുന്നു. അതുമാത്രമല്ല, ഒരു കൂട്ടം ആളുകൾ ഒന്നായി പാടുമ്പോൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഇത് കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് സഹയാത്രികന്മാരുമായി സൗഹൃദം ബലപ്പെടുന്നു. അതല്ലേ സത്യം? ചിലപ്പോൾ ദൂരയാത്ര പോകുമ്പോൾ നമുക്ക് ക്ഷീണം ബാധിക്കാറുണ്ട് അല്ലേ? അപ്പോൾ പാടുന്നത് നമ്മളെ ഉണർത്തുകയും ഊർജം നൽകുകയും ചെയ്യുന്നു. ചില സാംസ്കാരികങ്ങളിലോ കൂട്ടായ്മകളിലോ ടൂർ യാത്രയിൽ പാടുന്നത് ഇന്ന് പതിവാണ്. യാത്രയുടെ ഭാഗമാകുന്ന ഓർമ്മയായി അത് മാറുന്നു. ചിലപ്പോൾ നമ്മൾ കണ്ട സ്ഥലങ്ങളേക്കാൾ പാട്ടുകളും തമാശകളും യാത്രയുടെ അത്ഭുതകരമായ ഓർമ്മകളായി തീരുന്നു. മനസ്സിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനും ഓർമ്മകൾ സൃഷ്ടിക്കാനും ഉറച്ച ഊർജം കിട്ടാനും സഹയാത്രികരുമായി സൗഹൃദം വളർത്താനും ടൂറിൽ പാടുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഗ്രൂപ്പിലെ ഗായകന്മാരും ഗായികമാരും പാടി നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്നത് കാണാം, കേൾക്കാം. ഫ്രണ്ട്സ്, പിന്നെ വീഡിയോ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ. ആരിലുമാരിലുമയുടെ സൗരഭം ആടി പടരുന്നൊരു നാദം കള്ളി പാരക പൂത്തു കാടൊരു വെള്ളി പൂകുടതീർത്തു പൂമണം മറക്കുമ്പോൾ പിറകെ പിറകെ പിറകെ
പറക്കുമ്പോൾ പിറകെ 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 നക്ഷത്ര കരി കൂതലിലണിയും യക്ഷികളാത്രിയിലെത്തും അവർ മണ്ണിലെ മനുഷ്യരെ മന്മത കരയിലെ മന്ത്രം ചൊല്ലി മയക്കും 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 മന്ത്രം ചൊല്ലി മയക്കും കള്ളിപ്പാറകൾ പൂത്തു കാതൊരു പൂക്കുടകീട്ടു പൂനിലാവുമ്പോൾ ഇതിലേ 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 പൂനിലാവുമ്പോൾ ഇതിലേ 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 ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കും അവർ സുന്ദരിമാരുടെ ഇടയ സരസ്സുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കും 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 സ്വപ്നം കൊണ്ടു നിറയ്ക്കും കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുടതീർത്തു ആരിലും ആരിലും അവയുടെ സൗരവും ആളെ പടരുമൊരു നാദം കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുടതീർത്തു. അത് കണ്ടിട്ട് അതെ പരിശുദ്ധങ്ങൾ ജനിച്ചിടുന്നേ പരിമളം ലോകത്താകെ പരന്നിടുന്നേ പാവനദൂതർ പിറന്നൊരു മാസം മർഹബാബിയാതും തേടി കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും സുഖമൊരു നാൾ വരും ഇരുന്നുകാരം ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ കടലിൽ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും കരഞ്ഞു കരഞ്ഞു കരൾ കരഞ്ഞു കരഞ്ഞു കരൾ തളർന്നു കരളിന്റെ കാതലേ കരളിന്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ प्यार क्या है ये मुझको दे പാടികളി നിർത്തണ്ട നിർത്തണ്ട प्यार का नाम मेरे मगर प्यार क्या है ये मुझको खबर
करने लगा और दीवाना करने लगा शायद तू नहीं. എല്ലാവരുടെയും ഗാനാലാപനം കേട്ടില്ലേ? സൂപ്പറല്ലേ? എല്ലാവർക്കും, പാട്ട് കേട്ട എല്ലാവർക്കും, പാട്ട് പാടിയ എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. പഴയ സിനിമാ പാട്ടാണ് പാടിയത്, ഹിറ്റ് സോങ്സാണ്. അതാണ് പറയുന്നത്, ഓൾഡ് ഈസ് ഗോൾഡ്, ഓൾഡ് ഈസ് ഗോൾഡ്. താങ്ക് യു.